അപ്പോൾ അത് ഗൈസ് ഞാൻ വന്നപ്പോഴത്തേനും ഷാക്കിറും താട്ടനും എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് അൻഷാദൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ഇവർക്ക് ഇപ്പോൾ ഇത് തന്നെയാണ് പണി, വേറൊരു പണി. ഗൈസ് ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുകയാണ് താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണമെന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ ആണ് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഏൺ ചെയ്യാനുള്ളൊരു വഴി താട്ടം പറഞ്ഞതുകൊണ്ട് ഈ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടയ്ക്ക് തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാനും അമ്മയും കൂടെ പോയി മേടിച്ചൊരു മാലയാണ്. അപ്പോൾ നമുക്കിത് താട്ടയ്ക്ക്. അപ്പൊ നമ്മുടെ മല്ലു ഫാമിലി, ഈ ഫാമിലിയുള്ള ഉടായ്പകളുടെ ഉത്തമ ഉദാഹരണമാണ് മല്ലു ഫാമിലി എന്ന് പറയാതെ വയ്യ. അത്രത്തോളം ഉണ്ടില്ല അവർ പബ്ലിക്കിൽ വന്ന് കാണിച്ചു കൂട്ടിയ ഉടായ്പകൾ. പണ്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു ഇവരുടേത്. ഭയങ്കര റീച്ചും വ്യൂസ് ഒക്കെ ആയിരുന്നു. അജാതി ദാരിദ്ര്യം പറച്ചിലായിരുന്നല്ലോ. ദാരിദ്ര്യം പറഞ്ഞായിരുന്നു അവർ ഇത്രയും വ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം അവരുടെ പണ്ടത്തെ വ്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1,00,000 താഴെ വ്യൂസ് പോയൊരു വീഡിയോയും കാണാൻ പറ്റത്തില്ല. അത്രയും റീച്ച് ആയിരുന്നു. അപാര വരുമാനമായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? വരുമാനം കൂടിയപ്പോൾ ഇവരുടെ അഹങ്കാരം കൂടി. അതോടെ ആളുകൾ പലരും ഇവരുടെ വീഡിയോസ് കാണുന്നത് നിർത്താനും തുടങ്ങി. അതോടെ പതിയെ ഇവരുടെ ചാനലിന്റെ റീച്ച് കുറയാനും തുടങ്ങി. അങ്ങനെ റീച്ച് കുറയാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ ഇവർ ഓരോരോ ഉടായ്പകളായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി. അല്ലേ, പൊന്നൂസ് ഞാനും റിവേഴ്സ് ആയി ഗായ്സ്. പൊന്നൂസ് വീട്ടിലേക്ക് പോയി ഗായ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അങ്ങ് ഇറക്കി. സ്വാഭാവികമായിട്ടും ഇവരിങ്ങനെയൊക്കെ വന്ന് വീഡിയോയിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തമ്മിൽ കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി വരുമല്ലോ, ഇനി ശരിക്കും ഡിവേഴ്സ് ആയോ? ആ രീതിയിൽ എന്താക്കി ആൾക്കാർ ഇവരുടെ ചാനൽ എടുത്ത് നോക്കാൻ തുടങ്ങി. പക്ഷെ ശരിക്കും ഡിവേഴ്സ് ഒന്നും ആയിട്ടില്ല. പൊന്നൂസ് ഇവരുടെ വീട്ടിൽ തന്നെ ഉണ്ട്, അവിടെ ഒളിച്ചിക്കായിരുന്നു. അങ്ങനെ പതിയെ ആളുകൾക്ക് മനസ്സിലായി ഇവർ ഡിവേഴ്സ് ഒന്നും ആയിട്ടില്ല, ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നും പറഞ്ഞുണ്ടാക്കണം എന്നുള്ളത്. ഇവരുടെ ഉടായ്പ പൊക്കിയതോടെ പഴയതിനേക്കാൾ ഇവർക്ക് റീച്ച് കുറയാൻ തുടങ്ങി. ഉള്ള ആൾക്കാരും കൂടെ ഇറങ്ങി പോകാൻ തുടങ്ങി. അങ്ങനെ വന്ന് പണ്ട് 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഇവരുടെ ചാനൽ ഇപ്പോഴത്തെ റീച്ച് എന്ന് പറയുന്നത് 10,000 20,000 ഒക്കെയാണ്. എപ്പോഴെങ്കിലും ആണ്ടിൽ ഒരിക്കൽ 50,000 അടിച്ചാലായി. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കാം. ഇതാണ് അവരുടെ അവസ്ഥ. അതായത് പണ്ട് കിട്ടിക്കൊണ്ടിരുന്നതിൽ നിന്നും 10 ഇരട്ടിയായി ഇവരുടെ വരുമാനം ചുരുങ്ങി എന്നുള്ളതാണ്. അതിന് ഇവർ കാണിച്ചു കൂട്ടിയ ഉടായ്പും അഹങ്കാരവും ഒക്കെ തന്നെയാണ് കാരണം. പക്ഷെ അത് മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ ഇവർ ഇപ്പോഴും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പോകെ ഇവർക്ക് തന്നെ മനസ്സിലായി ഇനി ഉടായ്പ കാണിച്ച് വ്യൂസ് കൂട്ടുന്ന പരിപാടി നടക്കത്തില്ല എന്നുള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് കുടുംബത്തോടെ ഇവർ മറ്റൊരു ഉടായ്പുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ, സംഭവം ഇന്നലെ പലരും കണ്ടു കാണും. മല്ലു ഫാമിലിയിലെ സുജിന്റെ സഹോദരിയായിട്ടുള്ള കുഞ്ചൂസ് സ്വന്തം ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതിൽ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. ഗൈസ് ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുകയാണ് താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണമെന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ ആണ് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഏൺ ചെയ്യാനുള്ളൊരു വഴി താട്ടം പറഞ്ഞതുകൊണ്ട് ഈ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടയ്ക്ക് തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാനും അമ്മയും കൂടെ പോയി മേടിച്ചൊരു മാലയാണ്. അപ്പോൾ നമുക്കിത് താട്ടയ്ക്ക് കൊടുക്കും. ശരി, മാലൊക്കെ മേടിച്ചില്ലേ? കുഞ്ചൂസ് ആള് കൊള്ളാലോ. പിന്നെ ഇവിടെ ടാറ്റ എന്ന് ഉദ്ദേശിച്ചത് പുള്ളിക്കാരിന്റെ ഏട്ടനായിട്ടുള്ള സുജിനാണ് കേട്ടോ. അതല്ലാണ്ട് സ്വർണ്ണം ഉണ്ടാക്കുന്നത് തട്ടാനല്ല. അപ്പൊ ടാറ്റാന് വലിയ മാലൊക്കെ മേടിച്ചിക്കണ് അനിയത്തില്ലേ. അപ്പൊ കാര്യമായിട്ട് എന്തോ തടഞ്ഞിക്കണ്. നമുക്ക് എന്തായാലും ബാക്കി കണ്ടോക്കാം. അപ്പോൾ അത് ഗൈസ് ഞാൻ വന്നപ്പോഴത്തേനും ഷാക്കിറും താട്ടനും എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് അൻഷാദൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ഇവർക്ക് ഇപ്പോൾ തന്നെയാണ് പണി, വേറൊരു പണിയില്ല. പിന്നെ അത് താട്ടയ്ക്ക് നിന്നിട്ട് താട്ടം നിക്കടി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് താട്ടൻ എന്നെ വല്ലാണ്ട് അപ്പം മനസ്സു ഗൈസ്. പിന്നെ ഞാൻ ഓർത്ത് അവൻ വേണ്ടിയിട്ട് അല്ലേന്ന് വെച്ചാൽ കൊടുത്തു. അവൻ അവിടെ കാശ് ഉണ്ടാക്കിയ കഥ പറയായിരുന്നു എൻ്റെ അടുത്ത്. അവനത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം അവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കും എന്നുള്ളത്. അതെ അത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ടാറ്റാന്റെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരിക്കും. സാധാരണ നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെ കാണിക്കില്ല. ഇത് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഒരുമാതിരി പശു നക്കിയ മോന്ത മോലാക്കി വെച്ചിരിക്കുന്നു. അല്ല, ആ ഗിഫ്റ്റിന്റെ അവിടെ നിൽക്കട്ടെ, ആ കൊടുത്ത മാല എവിടെയോ കണ്ടിക്കണല്ലോ. ഒരു മിനിറ്റ്, ഇപ്പൊ മനസ്സിലായിക്കണ്. ഇത് മുമ്പ് ഞാൻ ടാറ്റാന്റെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോയിൽ എവിടെയോ കണ്ടിക്കുന്ന സാധനം. ഞാൻ ആ ഫോട്ടോ ഇവിടെ കൊടുക്കാം. മനസ്സിലായല്ലോ. ഈ കൈത്തിൽ കിടക്കുന്ന സ്വർണ്ണമാല ലോക്കറ്റ് മാറ്റിയിട്ട് ഇപ്പൊ തന്നിരിക്കുകയാണ് ഗൈസ്. ലോക്കറ്റ് മാറ്റിയ മാല മനസ്സിലാവില്ലെന്ന് കരുതി സുജിനെ നീ ഫുൾ ഉടായ്പ തന്നെ അല്ലേ? ഇത്രയും കാലം ഇതിൽ കുറച്ചെങ്കിലും ഉടായ്പ കാണിക്കാത്തത് കുഞ്ചൂസ് ആയിരുന്നു. ഇപ്പൊ കുഞ്ചൂസും തുടങ്ങി ഉടായ്പ. പൈസ വേണ്ടേ? അപ്പൊ ഇങ്ങനെ ഉടായ്പ കാണിച്ചാലേ പറ്റൂ. അനിയത്തിനെ വെച്ച് ഇറങ്ങിയിരിക്കുകയാണ് ഏട്ടൻ ഉടായ്പ കാണിക്കാനായിട്ട്. എന്തായാലും കൊള്ളാം, രണ്ടാളും കൂടി ചേർന്ന് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കാൻ കാണിച്ച പണി കൊള്ളാം. എന്തായാലും ഇത്രയും പറഞ്ഞല്ലേ, ബാക്കി പറഞ്ഞാട്ടെ. അപ്പൊ നമുക്ക് ഞാൻ എങ്ങനെയാണ് താട്ടയ്ക്ക് വാങ്ങിയത് നമുക്കൊന്ന് കണ്ടാലോ. കാണുന്നൊക്കെ അവിടെ കിട്ടെ. ഈ ടാറ്റാന്റെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും 2 ഇരിക്കുന്നുണ്ടല്ലോ. അവർക്ക് എവിടുന്നാണ് ഈ കുറ്റി മറിച്ച് വന്നതെന്നുള്ളതാണ് ഞാൻ ആലോചിക്കണം. അതല്ല, എപ്പൊ സുജിന് ഒരു ഉടായ്പ വീഡിയോ ഇട്ട് വന്നാലും വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഏതെങ്കിലും 2 കാണും. ഇത് എവിടുന്നാണ് ഇവർ പൊക്കിക്കൊണ്ടിരുന്നെന്ന് അറിയില്ല. പൈസ കൊടുത്തിറക്കിയതാണെന്ന് തോന്നുന്നു. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു മാസം മുന്നേ കണ്ട ആൾക്കാരായിരിക്കും ഇപ്പം വരാം. അവരെ ആൾക്കാരെ മാറിയിട്ടുണ്ടാകും. ഇതിങ്ങനെ മാസം കൂടുമ്പോൾ ആൾക്കാർ മാറിട്ടോ. എനിക്ക് തോന്നുന്നത് വല്ല ഷവർമയോ മന്തി അങ്ങനെ വാങ്ങിച്ചരാന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചിരുത്തുന്നതായിരിക്കും. അതല്ലാതെ എനിക്ക് തോന്നുന്നില്ല ബോധ്യം വീരുള്ള ഏതെങ്കിലും ഒരുത്തന് ഇമാതിരി ഉടായ്പ കാര്യങ്ങൾക്കൊക്കെ ഇവന്റെ അടുത്ത് വന്നിരിക്കുന്നുള്ളത്. എന്തായാലും എങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. പ്രൊഫൈൽ കയറുകയാണെങ്കിൽ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിലും ടച്ച് ചെയ്തിട്ട് നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആണ് വരുന്നത്. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കത് ഇങ്ങനെ വരും. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക, അതൊന്ന് ഇൻഡു ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വിൻഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ആ ഒരു ഓപ്ഷനിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ബിഗ് സ്മാൾ 2 ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് സ്മാൾ കൊടുത്തിട്ട് 2000 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലൈവായിട്ട് നമുക്ക് ഇവിടെ ടൈം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് എത്ര രൂപ കിട്ടും അല്ലെങ്കിൽ എന്താവും നോക്കാം. നമ്മുടെ 19,000 രൂപയാണ് ഞാൻ കളിച്ചിട്ട് നേടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു ഗെയിമാണ്, സ്വന്തം റിസ്കിൽ തന്നെ കളിക്കുക. ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊരു പ്രൊഡിക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് സ്മാൾ ആണ്. അപ്പോൾ എനിക്കത് അവിടെ 3,920 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. സ്മോളിൽ ആർച്ചൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതാണ് നിങ്ങളുടെ പരിപാടി അല്ലേ? ബെറ്റിംഗ് ആപ്പ് വെച്ച് ആൾക്കാരെ പറ്റിക്കുക. കുറെ 3,000 കിട്ടി 19,000 കിട്ടി എന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലേ. ഇതൊക്കെ ഈ കമ്പനി ഫേക്ക് ആയിട്ട് ഇവർ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന എമൗണ്ട് ആണ്. ഇവർ ഇത് കാണിച്ചിട്ടാണ് ആൾക്കാരെ പറ്റിക്കുന്നത്. എന്തായാലും കുഞ്ചൂസേ, നിനക്ക് കിട്ടിയ പൈസ അവിടെ നിൽക്കട്ടെ.
ഇത് പ്രൊമോട്ട് ചെയ്യാൻ ഈ ആപ്പായിരുന്നു എനിക്ക് എത്ര രൂപ തന്നു അത് പറ, 2 ലക്ഷമോ 3 ലക്ഷമോ അത്ര എന്തായാലും കിട്ടിയിട്ടുണ്ടാവല്ലോ. അത് കിട്ടാണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നു തോന്നുന്നില്ല. എന്തായാലും ഇതിന് 2 ദിവസം മുന്നേ സുജിന്റെ ചാനലിലും ഇവരൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കണ്ടോക്കാം. ഒരു കുട്ടി ഇങ്ങനെ കിടക്കണേലും പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പിന്നെ ഒരു മിനിറ്റ്, ഞങ്ങൾക്ക് പിന്നെയും പ്രത്യേകിച്ച് പറയാണ്, ഇത് പൈസ വെച്ചുള്ള കളിയാണ്. സ്വന്തം റിസ്ക് തന്നെ കളിക്കണം. നേരെ നോക്കി കളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും ഞാൻ കാണിച്ചു തരാം. തെളിവ് സഹിതം എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ചെയ്ത് എന്റെ സ്റ്റേറ്റ്മെന്റ് വരെ കാണിച്ചു തരാം. നോക്കിക്കോ. ഇതാണ് അതിന്റെ അക്കൗണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കളിച്ചുണ്ടാക്കിയ പൈസ ഉണ്ട്. 88 കുറെ ഉണ്ട് പറഞ്ഞാൽ കുറെ പൈസകളുണ്ട് കണ്ടോ. 460 കുറെ നിങ്ങൾ കൈ കളാം. അത്രയും പൈസ ഞാൻ കളിച്ചുണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. ഇനിയിപ്പോ ഉദാഹരണത്തിന് കാണിച്ചുതരാം. നോക്കിക്കോട്ടെ നിങ്ങൾ. ഞാൻ കാണിച്ചതാ ഇന്റെ വിഡ്രോയില് ഇതിൽ കണ്ടോ. ഇന്നലേക്ക് 6000 റുപ്യ എനിക്ക് മറ്റേ എനിക്ക് കയറിയിട്ടുണ്ട്. 18,876 കയറിയിട്ടുണ്ട്. ഇത് എന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി എന്റെ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. കണ്ടോക്കി നോക്ക്. കാണിക്കണം എന്നൊന്നുമില്ല. ഇനി സ്ക്രീൻഷോട്ട് ഒക്കെ കാണിച്ചൊന്നും ബുദ്ധിമുട്ടണമെന്നില്ല. ഇവനൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിലും ഭേദം കട്ടപ്പാരെടുത്ത് കക്കാൻ ഇറങ്ങുന്നത്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ഉടായ്പ കാണിക്കാനും ഇവനൊരു മടിയില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചു കാലം വ്യൂവേഴ്സിനെ വ്യൂസും കൂട്ടാൻ വേണ്ടി പറ്റിക്കാൻ നോക്കി. അത് നടന്നില്ല. ഇപ്പൊ അതാ ബെറ്റിംഗ് ആപ്പ് വെച്ചിട്ടുള്ള പരിപാടികളും ഇവരുടെ പ്രൊമോഷൻ ഒന്നും കണ്ട് നിങ്ങൾ ഒരിക്കലും ഇതിൽ ക്യാഷ് ഇടരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് വമ്പ ഫ്രോഡ് പരിപാടിയാണ്. ഇവർ ആദ്യം നമ്മൾ ചെറിയ എമൗണ്ട് ഇട്ട് കളിക്കുന്ന സമയത്ത് ഇവര് ലാഭങ്ങൾ നമുക്ക് തരാൻ തുടങ്ങും. പിന്നെ നമ്മളത് വലിയ എമൗണ്ടിലേക്ക് എത്തുമ്പോൾ ഇവര് നൈസായിട്ട് എന്താക്കും, നമ്മളെ പറ്റിക്കാൻ തുടങ്ങും. നമ്മൾ ഇട്ട ക്യാഷ് അങ്ങനെ എടുത്തുകൊണ്ടുപോകും. ഇതാണ് ഇവരുടെ മെയിൻ പറ്റിക്കൽ എന്ന് പറയുന്നത്. ചെറിയ ലാഭങ്ങൾ കാണിച്ചിട്ട് നമ്മളെ കൊണ്ട് വലിയ പൈസ എടുപ്പിച്ചിട്ട് ആ പൈസ അങ്ങ് മുക്കിക്കളയാം. ഇത് മല്ലു ഫാമിലി മാത്രമല്ല, നിക് വ്ലോഗ് അടക്കം ഒരുപാട് ആളുകൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തതാണ്. ഇനി ഇതേ സുജി തന്നെ നമ്മുടെ വയനാട് വ്ലോഗറിനുമായി ഒത്തുപിടിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ വിവാദമായി കണ്ടപ്പോൾ ഇവരെന്നെ ആ വീഡിയോ മുക്കി എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഒരുപാട് ആളുകൾ ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും സുജിന്റെ കളികൾ എന്ന് പറയുന്നത് കുറച്ച് കടന്ന കൈകളാണ്. സുജിൻ ഇവിടെ പ്രൊമോട്ട് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ ഗ്രൂപ്പിൽ ആളുകളെ കൂട്ടിയിട്ട് അവിടെ വെച്ചുകൊണ്ട് ഈ ആപ്പുകളിലൊക്കെ പൈസ ഇടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പ്രചോദനം നൽകുന്നുണ്ട്. എന്ന് രാവിലെ വന്നു കഴിഞ്ഞിട്ട് ആശാന് വോയിസ് ഇടും, എന്തെങ്കിലും സ്ക്രീൻഷോട്ടും വെച്ച് കഴിഞ്ഞിട്ട് ഒരു വോയിസ് ഇടും, എനിക്ക് ഇത്ര രൂപ കിട്ടി, അത്ര രൂപ ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് കാണുന്നവർക്ക് പൈസ ഇടാനുള്ള ഒരു ത്വര ഉണ്ടാവും അല്ലെ. അങ്ങനെ കുറെ ആൾക്കാരെ ഇപ്പം പറ്റിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവനെ വാക്കിങ് കേട്ടിട്ട് കുറെ ആൾക്കാർ എന്താക്കി പൈസ ഇട്ട്. പക്ഷെ ഇട്ട പൈസ ഒന്നും വെച്ച് ഇവർക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ ആൾക്കാർ എന്താക്കി സുജിനെ കംപ്ലൈന്റ് ചെയ്ത്. അപ്പൊ അന്നേരം അതിന് മറുപടി ആയിട്ട് ഇവന് വാട്സപ്പിൽ ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. കുറെ ആൾക്കാർക്ക് ഇതിലേക്ക് പൈസ ഇടാൻ പറ്റുന്നില്ല എന്ന് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതെന്തറിയോ, ഫോൺ പേയിൽ റീചാർജ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ അടിയിൽ UTR എന്ന് പറഞ്ഞ നമ്പർ കാണാം. ആ നമ്പർ ഇതിന്റെ അടിയിൽ അടിച്ചു കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ അങ്ങനെ UTR ചോദിച്ചാൽ ആ റീചാർജ് ഫോൺ പേയിൽ ചെയ്യുമ്പോൾ അത് അടിച്ചു കൊടുത്താൽ മതി, ക്ലിയർ ആവും. അത് ശരി, അങ്ങനെ ചെയ്താൽ ക്ലിയർ ആവും അല്ലേ. പക്ഷെ ഇപ്പം പറഞ്ഞ പോലെ ചെയ്തിട്ടും പലർക്കും പണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഒരു വിഭാഗം ആളുകൾക്ക് പൈസ ഇട്ടിട്ട് അത് വെച്ച് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല. എന്നാൽ മറ്റൊരു വിഭാഗത്തിന് പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ അവർക്ക് ഗെയിമൊക്കെ കളിക്കാനും പറ്റുന്നുണ്ട്, അവർക്ക് ലാഭവും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഉണ്ടാക്കിയ ലാഭം വലിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പലരും സുജിനോട് കംപ്ലൈന്റ് പറയാൻ തുടങ്ങി. അപ്പൊ അന്നേരമുള്ള സുജിന്റെ വർത്തമാനം നമുക്കൊന്ന് കേട്ടോക്കാം. ഹേ ഗൈസ്, എനിക്കുണ്ടോ ഇന്നലത്തെ 33ഉം 26ഉം ഇതുവരെ പ്രോസസ്സിങ്ങിൽ കിടക്കണം. അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല. വേറെ കുറേ ആൾക്കാരോട് പറഞ്ഞു, അവർക്കും കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അക്കൗണ്ടിലേക്ക് പൈസ ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ക്രെഡിറ്റ്. എന്തായാലും നമുക്ക് ഇങ്ങനെ പ്രോസസ്സിങ് കിടക്കുന്ന പൈസ എന്തായാലും അക്കൗണ്ടിലേക്ക് നമുക്ക് ക്രെഡിറ്റ് ആവട്ടെ. ക്രെഡിറ്റ് ആയതിൻ്റെ ഈ ഒരു പൈസ 26ഉം 33ഉം എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി ഞാൻ ഗ്രൂപ്പിലിടാം, അതായത് ചാനലിലിടാം, ഇതിലിടാം. അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും പറയണേ, സൂക്ഷിച്ച് കളിക്കുക. പൈസ വെച്ചിട്ടാണ്, ശ്രദ്ധിച്ച് കളിക്കുക. സൂക്ഷിച്ച് കളിച്ച് കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ഉണ്ടാക്കുക. ഒരുപാട് ആൾക്കാർക്ക് പൈസ കിട്ടിയെന്ന് ഒരുപാട് ആൾക്കാർ മെസ്സേജ് പറയണ്ടാകുന്ന ഇൻസ്റ്റാഗ്രാമിൽ. ഞാനൊരു പോളിംഗ് ഇടാം, ഒന്നും കൂടി എല്ലാവരും പോളിംഗ് ചെയ്യുക, കിട്ടിയോ കിട്ടിയില്ലേന്നൊക്കെ. ഓക്കെ, അതെ, കളിച്ച് കിട്ടിയ പൈസ കയറില്ല എന്ന് പറഞ്ഞപ്പോൾ ആശാന മറുപടിയാണിത്. 7 മണിക്കൂർ കൊണ്ട് കയറും, 8 മണിക്കൂർ കൊണ്ട് കയറുന്നൊക്കെ. ആശാൻ ഇതിനായിട്ട് നല്ല രീതിയിൽ കുത്തിരിക്കുന്നുണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നത് കമ്മീഷൻ ബേസിലായിരിക്കും ഇവന് വരുമാനം എന്നുള്ളതാണ്. അതായത് ഇത്ര ആളുകൾ ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇത്ര രൂപ എന്നുള്ള രീതിയിൽ സംഖ്യ വരുന്നുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് കുത്തിരിക്കൂലല്ലോ, മറുപടി കൊടുക്കാനായിട്ടൊന്നും കുത്തിരിക്കൂലല്ലോ. എന്തായാലും ഇവൻ പറഞ്ഞ പോലെ കാത്തിരുന്നിട്ടും ഒരുപാട് ആളുകൾക്ക് പൈസ കയറിയില്ല. അങ്ങനെ ഇവൻ വീണ്ടും അടുത്ത വോയിസ് ആയിട്ട് വന്നു. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. കുറേ ആൾക്കാർക്ക് പൈസ കയറുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർക്ക് കയറുന്നുണ്ട്. വിഡ്രോൻ്റെ ടൈം പ്രോസസ്സിങ്ങിൽ കുറച്ച്, ഞാനും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഒരു ടൈം കുറച്ച് ഇത് എടുക്കുന്നുണ്ട്. അതായത് പ്രോസസ്സിങ് ടൈം ചിലപ്പോൾ 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ എടുത്തേക്കാം. പക്ഷെ എന്നാലും നമുക്ക് ഫണ്ട് കയറുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ വീഡിയോയിൽ പറയുമ്പോൾ ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ, പക്ഷേ ഒരു ഏകദേശം 6-7 മണിക്കൂർ എടുക്കുന്നുണ്ട് പൈസ കയറാൻ. എന്തായാലും സൂക്ഷിച്ച് കളിക്കുക. പിന്നെ ഞാൻ പറയണേ ഗൈസ്, പൈസ വെച്ചിട്ടുള്ള കളിയാണ്. അതെ, നൈസായിട്ട് ആശയം തലേന്ന് ഒഴിയാൻ നോക്കുകയാണല്ലേ. അതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞിട്ടില്ലേ കുറെ ആളുകൾക്ക് പൈസ കിട്ടുന്നുണ്ട്, എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചു നോക്കിയാൽ ഒക്കെ പൂളാണ്. ആശാന്റെ പറച്ചിലാണ് ഇതൊക്കെ. സുജിനും ആപ്പിന്റെ ആൾക്കാരും തമ്മിൽ ഒത്തു കളിക്കുന്നതല്ലേ.
എന്തായാലും 7 മണിക്കൂർ കൊണ്ട് കയറുന്നു പറഞ്ഞിട്ട് 2 ദിവസമായിട്ടും പലർക്കും കയറിയില്ല. അതിൽപ്പെട്ട ഒരു തന്നെ വോയിസ് നമുക്ക് കേട്ടോക്കാം. പൈസ കയറാൻ 6-7 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇപ്പോഴും ക്യാഷ് കയറിയിട്ടില്ല. എങ്ങനെ ഇരിക്കുന്നു? 7 മണിക്കൂർ കൊണ്ട് കയറുന്നു പറഞ്ഞാൽ 2 ദിവസമായി ഇപ്പോഴും കുത്തിരിക്കാനാണ്. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഒടുക്കത്തെ ഉടായ്പും പറ്റിക്കലുമാണ്. നാണമില്ലെങ്കിൽ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാനെന്നുള്ളതാണ്. ദയവ് ചെയ്ത് ഇതൊന്നും കേട്ടിട്ട് ഇവന്റെ വലയിൽ ആരും പെടാതിരിക്കുക. പൈസ പോയതാണ്, പോയിട്ട് എന്തായാലും നിലവിളിച്ചിട്ട് കാര്യമില്ല, പോവാതെ നോക്കാന്നുള്ളതാണ്. എന്താണെന്നോ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.